പണി പാളിയല്ലോ കോൺഗ്രസുകാരെ. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണ് പണ്ടേയുള്ള ചൊല്ല്. അതിനിപ്പോ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ തരൂർ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിനാണ് ഇക്കണ്ട പുകില് മൊത്തം ഉണ്ടാക്കിയത്. എന്നിട്ടിപ്പോ തരൂർ ഇടതുപക്ഷം ചാരി നിൽക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. UDF-ലും കുട്ടി നേതാക്കന്മാർക്കിടയിലും തരൂർ വല്ലാത്തൊരു കല്ലുകടിയായി. ആകെ മൊത്തം പുകച്ചിലും പുകിലും. മേളം കൊഴുത്തു കുട്ടി നേതാക്കന്മാർ തരൂരിന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നതിനെ പറ്റി പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എന്നാൽ ഇതേ സമയത്ത് ഇടതുപക്ഷത്തിന് തരൂരിനെ തള്ളാൻ പറ്റില്ല. അല്ലെങ്കിലും നമ്മളെ കുറിച്ചൊരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ പീഡിതനാവുമ്പോൾ ഒരിത്തിരി തണലും ആശ്വാസവും ഒക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കമ്മ്യൂണിസ്റ്റും ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ തരൂരിന് ഇടതുപക്ഷത്തേക്ക് വരണമെങ്കിൽ സുസ്വാഗതം. കോൺഗ്രസിലെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരാത്ത കുഞ്ഞ് അണികൾ തരൂരിന്റെ തട്ട് താഴ്ത്താൻ ഒരുമിട്ടിറങ്ങാൻ വ്യഗ്രത കാണിക്കുമ്പോൾ ഇടതുപക്ഷം തരൂരിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. അഭയം ചോദിച്ചു വരുന്നവനോട് പറ്റില്ലെന്ന് പറയുന്ന ചരിത്രം ഇടതുപക്ഷത്തിനില്ല. ഇപ്പോൾ മോദി പിണറായി സർക്കാരുകളെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ വിവാദം കത്തി നിൽക്കുന്നതിനിടെ ശശി തരൂർ MPയെ തങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ച് DYFI സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് പങ്കെടുക്കാനാണ് ശശി തരൂരിനെ DYFI ദേശീയ പ്രസിഡന്റ് AM റഹീമും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും അങ്ങ് ഡൽഹിയിലെ വസതിയിലെത്തി നേരിട്ട് ക്ഷണിച്ചത്. മാർച്ച് 1, 2 തീയതികളിൽ തിരുവനന്തപുരത്ത് മഫാസോ എന്ന പേരിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ തരൂരിനെ പങ്കെടുപ്പിക്കാനാണ് DYFIയുടെ നീക്കം. മുഖ്യമന്ത്രിയാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. ഇത് കോൺഗ്രസുകാർക്കിട്ട് വല്ലാത്തൊരു കൊട്ടായിപ്പോയി. സതീശൻ ഇനി എങ്ങനെ ഉറങ്ങും? കോൺഗ്രസ് അണികൾ ഇനി എന്തു ചെയ്യും? സീരിയലിലൊക്കെ ഇടവേളകളിലെ ചില ഇടഞ്ഞ ചോദ്യങ്ങൾ പോലെ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ കൊള്ളാം. എന്തായാലും കോൺഗ്രസുകാർക്ക് മൊത്തം ഒരു പിടിക്കായികയും പുകഞ്ഞ കൊള്ളിയുമായിട്ടുണ്ട് തരൂർ. ഒപ്പം അങ്ങ് ഡൽഹി വരെ ചെന്ന് ഇടതുപക്ഷത്തിന്റെ ക്ഷണവും. അപ്പോൾ പിന്നെ തരൂർ വരാതിരിക്കുന്നതും മോശമല്ലേ? ഈ പരിപാടിയിൽ തരൂർ പങ്കെടുത്താൽ അതോടെ കോൺഗ്രസിൽ തമ്മിൽ തല്ല് രൂക്ഷമാകുമെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിലേ നാഥനില്ലാ കളരിയാണ് കോൺഗ്രസ്. പിന്നെ ഇതുകൂടി ആയാൽ എല്ലാം തികഞ്ഞു. ഇതിനിടയിൽ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെയുള്ള വ്യവസായ വളർച്ച ഉണ്ടാകുന്നുവെന്ന തരൂരിന്റെ ലേഖനം വലിയ വിവാദമായ സാഹചര്യത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് DYFIയുടെ നീക്കം. രാഹുലിനെ കോൺഗ്രസിൽ ഒരു വിലയുമില്ല. രാഹുൽ തന്നെ തോറ്റ് തുന്നം പാടി ആരുടെ പുറത്ത് ചാരി സങ്കടം ഒന്ന് കരഞ്ഞു തീർക്കട്ടെന്ന് കരുതി ഇരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ നിന്ന് രാഹുലിനോട് പരാതി. ഇതിപ്പോ ഉരൽ ചെന്ന മദ്ദളത്തോട് സങ്കടം പറഞ്ഞതുപോലെയായി. ഇനി ആരാ ഉരൽ ആരാ മദ്ദളം എന്ന് തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്തായാലും ഇത് ഇവിടൊന്നും കൊണ്ട് തീരാൻ പോകുന്നില്ലെന്ന് ഉറപ്പായി. അപ്പോൾ ഇനി നോക്കിയിരുന്നു കാണാം.